ഇന്നലെയാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ 5:30യോടെയാണ് അപകടമുണ്ടായത്. 13ാം വളവിലാണ് ഈ അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാറിനാണ് അപകടമുണ്ടായ വാൽപ്പാറ ചുരത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ആ അപകടത്തിന്റെ നടുക്കത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ ദൃശ്യങ്ങൾ അത് എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് ശ്രീജിത്ത്. അല്പസമയം മുൻപ് ശ്രീജിത്ത് ആ അപകടത്തിൽ പൂർണ്ണമായി തകർന്ന വാനിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രവിത, നമ്മൾ അല്പസമയം മുൻപ് ഈ മേഖലയിൽ എത്തുന്ന സമയത്ത് കുറേയധികം ആളുകൾ വന്ന് നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ്. നമ്മുടെ തൊട്ടുമുകളിൽ നിന്ന് 13ാം വളവെന്ന് പറഞ്ഞാൽ അതിന് തൊട്ടുമുകളിലാണ് ആ 13ാം വളവ്. ആ 13ാം വളവിൽ നിന്ന് ഏതാണ്ട് 400-ഓളം മീറ്റർ 400-500 മീറ്റർ താഴ്ചയിലേക്കാണ് ഈ വാഹനം, ഈ ട്രാവലർ പതിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ബ്രേക്ക് കിട്ടാതെ പോയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിന് സൈഡ് കൊടുത്തതായിരിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ ആ മേഖലയിൽ പോയി നോക്കുമ്പോൾ പൂർണ്ണമായി അവർ കൊണ്ടുവന്ന ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളും അതുപോലെ തന്നെ അവരുടെ ബാഗുകളും പേഴ്സുകളും ഒക്കെ ഒരു മേഖലയിൽ കുന്നുകൂടി കിടക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ വാഹനം ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഇതൊരു ടെമ്പോ ട്രാവലറാണ് എന്ന് പറയാൻ പോലും കഴിയില്ല. ഇതിൻ്റെ ടയറുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്. ടയറുകൾക്ക് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ കുറച്ച് സംഭവിച്ചിട്ടുള്ളത്. എങ്കിലും ഈ ടയറുകളടക്കം പൊട്ടിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ 4 പേരെ ഇവിടുന്ന് ശ്രമകരമായാണ് പുറത്തെടുത്തതെന്ന് ദൃക്സാക്ഷികൾ നമ്മോട് തന്നെ പറഞ്ഞിരുന്നു. ഇതൊരു ജനവാസ മേഖലയൊന്നുമല്ല, തീർത്തും ടൂറിസ്റ്റ് പ്ലേസാണ് ഈ മേഖല. എന്തായാലും ഈ മേഖലയിലേക്ക് നിരവധി ആളുകൾ ഈ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് പോലീസും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ വാഹനം തൊട്ട് താഴെയാണ്, തൊട്ട് അപ്പുറത്തെ മേഖലയിലാണ് വീണത്. ആ ദൃശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാൻ ചെയ്യാൻ കഴിയുമായിരിക്കും. റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പാറക്കെട്ടിലേക്ക് ആണ് വന്ന് പതിച്ചിരിക്കുന്നത്. നേരെ മുകളിൽ നിന്ന് ആ പാറക്കെട്ടിലേക്കാണ് വന്ന് പതിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് ഈ സംഭവം അറിഞ്ഞ് വരുന്നുണ്ട്. പോലീസുകാർ അവരെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ഒരു ആരോഗ്യ നില തൃപ്തികരമാകണം എന്ന ഒരു പ്രാർത്ഥനയാണ് വരുന്ന ആളുകൾ, നമ്മളോടൊക്കെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നത്. അവരെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു അപകട വളവ് തന്നെയാണ്, കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹെയർപിന്നാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു അപകടം, ഇത്ര ആളുകൾ മരിച്ചുപോയ അല്ലെങ്കിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു അപകടം ഉണ്ടാകുന്നത് ഈ കുറച്ചു കാലത്തിന് മുൻപ് പോലും ഇങ്ങനെ കേട്ടുകേൾവിയില്ല എന്നാണ് പറയുന്നത്. പോലീസുകാർ എന്തായാലും, തമിഴ്നാട് പോലീസാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. പോലീസുകാർ എന്തായാലും ആ മേഖലയിൽ അവരുടെ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കാനാണെന്ന് തോന്നുന്നു. ആ മേഖലയ്ക്ക് ഒരു സംരക്ഷണം ഒരുക്കാനാണെന്ന് തോന്നുന്നു. ആ മേഖലയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഒന്നുകിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വാഹനത്തിന് സൈഡ് കൊടുത്തത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മുന്നിൽ കാണുന്നത്. 400 മീറ്റർ മുകളിൽ നിന്നൊക്കെ പാറക്കെട്ടിൽ മുകളിലേക്കൊക്കെ പതിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികം. ശിവകുമാറിനാണ് നമുക്ക് വിവരങ്ങൾ. ശ്രീജിത്ത്, ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതാണ്. കാരണം ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാൽപ്പാറയിൽ അവിടെ ഒരു സാധാരണ ഒരു ജനവാസ മേഖലയല്ല, അതൊരു ടൂറിസ്റ്റ് വിനോദ സഞ്ചാരത്തിനുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദൃക്സാക്ഷികളൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 13ാമത്തെ വളവിൽ നിന്ന് അത് 9ലേക്ക് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനം മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ആരെങ്കിലും ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നോ? അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് മനസ്സിലാക്കാൻ പാകത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ശ്രീജിത്തിനോട് ഇത് ചോദിക്കേണ്ടി വരുന്നത്. അവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ അവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോഴും നമുക്ക് ചെറിയ സാങ്കേതിക തടസ്സം നേരിട്ടിട്ടുണ്ട്. ചോദിച്ച ചോദ്യം ശ്രീജിത്തിന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വൈകാതെ തന്നെ അവിടേക്ക് വരാം. കാരണം അപകടം നടന്ന ഇടത്ത് നിന്നാണ് ശ്രീജിത്ത് നമുക്ക് വിവരങ്ങൾ നൽകിയത്. വാൽപ്പാറയിലെ ആ ഹെയർപിൻ വളവുകളിൽ ഒന്നിൽ നിന്ന്, ആ അപകടം നടന്ന 9ാമത്തെ വളവിൽ നിന്നാണ് ശ്രീജിത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ നിയന്ത്രണം വിട്ടതാകാം, അതല്ലെങ്കിൽ അതിവേഗം എതിരെ വന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ തെന്നി താഴേക്ക് പതിച്ചതാകാം. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും 9 ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആ ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നത് അധ്യാപകരുടേതാണ്. അവർ
മലപ്പുറത്തെ പാങ് എന്ന ഗ്രാമത്തിലെ GLP സ്കൂളിലെ അധ്യാപകരായിരുന്നു. അവർ വിനോദയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്, ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. ഇന്നലെ രാവിലെ 3 മണിക്ക് പുറപ്പെട്ട സംഘം 13 പേരടങ്ങുന്ന സംഘമാണ് ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. ആ ടൂറിസ്റ്റ് വാഹനമാണ് ഇന്നലെ വൈകിട്ട് 5:00 വാൽപ്പാറയിലെ 13ാം വളവിൽ വെച്ച് എയർപിൻ വളവിൽ നിന്ന് താഴേക്ക് പതിച്ച് അപകടമുണ്ടായത്. 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 പേർ ഇപ്പോൾ കോയമ്പത്തൂർ ആശുപത്രിയിലും ഒരാൾ നാട്ടിലും ചികിത്സയിലാണ്. അവരൊക്കെ വളരെ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് ഈ സമയത്ത് കഴിയൂ. പക്ഷേ ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ, വേദനയിലാഴ്ത്തിയ 9 പേരുടെ മരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അവരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ പാങ് എന്ന ഗ്രാമത്തിലെ അമ്പലപ്പറമ്പ് സ്കൂളിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കബറിടങ്ങളിലേക്ക് എത്തുകയാണ്. അവിടെയാണ് പൊതുദർശനത്തിന് വെക്കുക അവരുടെ മൃതദേഹങ്ങൾ. 9 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കും. ഒരു നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിയിരിക്കുന്നു. കാരണം അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികളുമായി മാത്രമല്ല അവരുടെ കുടുംബങ്ങളുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തികളാണിവർ എന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഓരോ അധ്യാപകരെയും പേരെടുത്ത് അറിയാൻ പാകത്തിൽ ആ നാടുമായി ഇഴയടുപ്പമുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് അവരുടെ വിയോഗം ഒരു നാടിൻ്റെ ഒന്നാകെ വേദനയായി മാറുന്നത്. മലപ്പുറത്ത് നിന്ന് വരുന്ന ഈ കാഴ്ച അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകളും നമ്മളെ ഈറനണിയിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.